ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ട് വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പച്ചമാങ്ങ ഉള്ളൊരു സമയമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഈയിടെയായിട്ട് എല്ലാം പച്ചമാങ്ങ റെസിപ്പീസാണ് ഇടുന്നത്. പച്ചമാങ്ങ ഒരുവിധം എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പീസൊക്കെ. ബാക്കിലോട്ടുള്ള വീഡിയോസ് കണ്ട് നോക്കുക കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം നമ്മൾ പച്ചമാങ്ങ കൊണ്ടുള്ള റെസിപ്പീസാണ് ഇടുന്നത്. പച്ചമാങ്ങ വെച്ച് നമുക്ക് വ്യത്യസ്തമായ ഓരോ രീതിയിലും എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം, പുളി കുറവാണെങ്കിൽ ഒരു 1.5 മാങ്ങയൊക്കെ എടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉണക്കക്കൊഞ്ചാണ് കേട്ടോ. നമ്മുടെ ചെറിയ ഉണക്കക്കൊഞ്ചുണ്ടല്ലോ, ഏകദേശം ഒരു 1.5 പിടിയോളം ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്കുള്ള ചെറിയ വേണ്ടാത്ത പോർഷൻസൊക്കെ ഉണ്ടാവും, ചെറിയ കല്ലും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം കേട്ടോ. കേടായിട്ടുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം തലയും വാലും എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് റിമൂവ് ചെയ്യാം. തലയും വാലും ചിലർ എടുക്കാറില്ല, വേണ്ടുന്നവർക്ക് എടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒരു 2-3 തവണ നല്ല പോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കേടായിട്ട് തോന്നുന്നതും കല്ലൊക്കെ ഉള്ളതും ചെറിയ കല്ലും പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് മാറ്റി കൊടുത്തതിന് ശേഷം വേണം കഴുകാനായിട്ടോ, അല്ലെങ്കിൽ ഇതിലെല്ലാം കൂടെ ഇട്ട് കഴുകേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി കൊടുത്തു. ഒരു 3-4 തവണ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ നല്ല അഴുക്കുണ്ടാവും കേട്ടോ. ചിലത് നമ്മൾ നല്ല പാക്കറ്റിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ ചിലതിൽ അഴുക്ക് കുറവായിരിക്കും. നമ്മൾ ഈ തൂക്കിയൊക്കെ വാങ്ങുന്നതിലാണെങ്കിൽ അഴുക്കുണ്ടാവും. നന്നായിട്ട് കഴുകി തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് കഴുകി കൊണ്ടുവരട്ടെ. എന്നിട്ട് നമുക്കൊരു പാൻ എടുക്കാം. 3-4 വെള്ളത്തിൽ കഴുകുക. ഒരു പാൻ എടുത്തിട്ട് നമുക്കിതിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. പാൻ ചൂടായി കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി വെള്ളം തോർന്ന് വച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച്, അതായത് ഉണക്കക്കൊഞ്ച്, ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊഞ്ച് എന്നാണ് പറയുന്നത് കേട്ടോ, ആ ചെമ്മീൻ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വെള്ളം വാർന്നതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ആ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇതൊന്ന് റോസ്റ്റായി കിട്ടണം കേട്ടോ. നല്ല പോലെ ഒന്ന് ഒരു ക്രിസ്പായി വരുന്ന ഒരു പരുവം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നല്ല ഒരു ക്രിസ്പാവുന്ന ഒരു പരുവം അതാണ് കേട്ടോ. അങ്ങനെ തന്നെ നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങക്കായാണ് കേട്ടോ. 1-2 ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് നല്ല വലുപ്പമുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓവർ പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1/2 മുറി ചേർത്താൽ മതി. അത്യാവശ്യം പുളിയുള്ളതാണെങ്കിൽ 1 മുറി ചേർക്കാം. തീരെ പുളിയില്ലാത്തൊക്കെയാണെങ്കിൽ 1.5 മാങ്ങ, അത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി, നമ്മളിതിൽ പച്ചമുളക് ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. വെള്ളത്തിൻ്റെ അളവങ്ങ് ഒരുപാട് കൂടണ്ട, ആവശ്യത്തിനുള്ള വെള്ളം മാത്രം. കാരണം ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണല്ലോ. മുരിങ്ങ ഇടാതെയും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ മുരിങ്ങയും മാങ്ങയും കൂടെ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്വാദ് കേട്ടോ. 1-2 മുരിങ്ങ വേണ്ടുന്നവർക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്യണം എന്നില്ല, അങ്ങനെ തന്നെ ഒരു 3-4 പീസാക്കി കട്ട് ചെയ്ത്, അതായത് നടുകെ കീറിയിടണം എന്നില്ല. 3-4 പീസാക്കി അങ്ങ് എടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് നമ്മുടെ കൊഞ്ചും അതുപോലെ തന്നെ മാങ്ങയും മുരിങ്ങയൊക്കെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നീട് നമുക്ക് എരിവിന് പച്ചമുളക് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ മുളക് പൊടിയാണ് ചേർത്തത്. എരിവിനനുസരിച്ച് പച്ചമുളകും മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ ഞാനൊരു 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അധികം എരിവുള്ള മുളകല്ല, അതുകൊണ്ടാണ് 2 ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനൊരു 2 മുളക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങ അങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഞാൻ തൊലിയോട് കൂടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. വീട്ടിൽ തന്നെയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് മരുന്നടിച്ചതൊന്നും അല്ലല്ലോ, തൊലിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ചില മാങ്ങയുടെ തൊലിക്ക് ഭയങ്കര കട്ടിയായിരിക്കും. അങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ തൊലി ചേർക്കേണ്ടതായിട്ടില്ല, അല്ലാതെ എടുത്താലും മതി. പക്ഷേ ഈ തൊലിയോട് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഉടഞ്ഞു പോവില്ല കേട്ടോ.
ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ചെറിയൊരു തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങയാണ് കേട്ടോ, ഒരു മുറി. എന്നിട്ട് ഇതിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു 1.5 പിടിയോളം തേങ്ങ എടുക്കാം. 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടി ഒരു പൊട്ട് ചേർത്താൽ മതി. ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ഒരു 5 മിനിറ്റിനുള്ളിൽ മതിയാവും. കൊഞ്ചും മാങ്ങയും മുരിങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത്, ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആക്കരുത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നൊരു കറിയാണ് കേട്ടോ, സിമ്പിളാണ്. ഈ അരപ്പൊന്ന് തിളയ്ക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസ് ചെയ്തെടുക്കാം. ഒത്തിരി തിക്കാക്കരുത്, ഓവർ ലൂസാക്കിയും വെക്കരുത്, അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, നമുക്കധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറണം, ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം കേട്ടോ, അത്രയേ ഉള്ളൂ. നന്നായിട്ട് തിളച്ചോട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും മതി. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത്. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളകും ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്ന ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ച് ചേർത്തോളൂ. എത്രത്തോളം ഉള്ളി മൂപ്പിച്ച് ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഒരു 8-10 ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിനകത്തേക്ക് സ്വല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, കാരണം ചൂടെണ്ണയാണല്ലോ. തന്നെ ഓഫ് ചെയ്തിട്ട് ഒരു സ്വല്പം മുളക് പൊടി ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്താൽ നല്ലൊരു കളറും ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത്, ഇതിൽ കൂടുതൽ ലൂസാക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല മണമാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.